എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് വീക്കില് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, മെയിൻ ആയിട്ടുള്ള ഇവന്റ്സുകൾ, ഏതൊക്കെ സ്റ്റോക്കുകൾ ഏർണിംഗ്സ് റിപ്പോർട്ട് അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നു, ലാസ്റ്റ് വീക്കിലെ പോസിറ്റീവ് ന്യൂസ് നെഗറ്റീവ് ന്യൂസ് എന്തൊക്കെയാണ്, നെക്സ്റ്റ് വീക്കിൽ ആ ന്യൂസുകൾ എങ്ങനെയായിരിക്കും ഇമ്പാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്, സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ, ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലെയിമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ ജൂലൈ സെക്കൻഡ് വീക്കിലേക്ക് മാർക്കറ്റ് പോവുകയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവല്, റെസിസ്റ്റൻസ് ലെവല് നമുക്ക് നോക്കാം. ഇപ്പൊ ലാസ്റ്റ് വീക്കില് 4 വീക്കായിട്ട് തന്നെ മാർക്കറ്റ് ഒരുവിധം ഹൈയില്, ബുൾ മാർക്കറ്റ് തന്നെ ആയിരുന്നു. നല്ല ഒരു ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷൻ ആണ് ലാസ്റ്റ് 4 വീക്സും വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ പോസിറ്റീവ് ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ട്രംപ് വലുതായിട്ട് മാർക്കറ്റിൽ റിയാക്ട് ചെയ്തുകൊണ്ട് ന്യൂസുകൾ തരാത്തത് തന്നെയാണ് ഫസ്റ്റ് പോസിറ്റീവ് ന്യൂസ്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ നല്ല ഡൗൺ ആയിരിക്കുകയാണ്. ക്രൂഡിന്റെ പ്രൈസ് $70 to $72 ഡൗൺ വന്നിരിക്കുകയാണ്. പിന്നെ അത് ഒരു പോസിറ്റീവ് ന്യൂസ്. പിന്നെ US ഇന്ത്യയുടെ ട്രേഡ് ഡീൽ ഓൾമോസ്റ്റ് 99.9% കംപ്ലീറ്റഡ് ആയി. 0.1% ആണ് കംപ്ലീറ്റ് ആവാതെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ FISന്റെ മുമ്പേ അഗ്രസീവ് ആയിട്ട് സെല്ലിംഗ് ആയിരുന്നു, ഇപ്പൊ സെല്ലിംഗ് പവർ റെഡ്യൂസ് ആയിരിക്കുന്നു. നേരത്തെ ഡെയിലി 20,000 സെല്ല് ചെയ്തവർ ഇപ്പോ 4,000 crores മാത്രമേ സെല്ല് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതും ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. പിന്നെ ഡൊമസ്റ്റിക് ആസ് യൂഷ്വൽ ബൈയിങ്ങിലുള്ളതും പോസിറ്റിവിറ്റി ആണ്. നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുമ്പോൾ റുപ്പി വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. 94.3, ലാസ്റ്റ് വീക്കിൽ 95.2 വന്നിട്ട് സെറ്റിൽ ആയിരിക്കുകയാണ്. അപ്പൊ അതൊരു നെഗറ്റീവ് ന്യൂസ്. പിന്നെ IMB ഡേറ്റ അനുസരിച്ച് മൺസൂൺ ബിലോ നോർമൽ റേഞ്ച് വരും എന്നുള്ളതും, മൺസൂൺ അഫക്റ്റ് ആകുന്നു എന്നുള്ളതും ഒരു നെഗറ്റിവിറ്റിയാണ്. അപ്പൊ ഇതാണ് പോസിറ്റീവ് ന്യൂസ്, നെഗറ്റീവ് ന്യൂസ്. ഇപ്പൊ ലാസ്റ്റ് വീക്ക് നോക്കിയാൽ സെൻസസ് 663 പോയിന്റ്സ് ഹൈയിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. 0.86% ഹൈയില് 77,763 വന്ന് സെറ്റിലായി. അതുപോലെ നിഫ്റ്റിയും 215 പോയിന്റ്സ് ഹൈയില് ക്ലോസ് ആയി. വീക്ക്ലി ബേസിസിൽ 0.89% ഹൈയില് 24,270 വന്ന് സെറ്റിൽ ആയിരിക്കുന്നു. ഇപ്പൊ റിയാലിറ്റി ഇൻഡെക്സ് ആണ് ലാസ്റ്റ് വീക്കിൽ നല്ല പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ. ഓൾമോസ്റ്റ് 8% ഹൈ ആയിട്ട് പോയി. അതുപോലെ ഫാർമ സെക്ടർ, ഹെൽത്ത് കെയർ, ഇങ്ങനെ ഇതെല്ലാം 3% ഹൈയില് ക്ലോസ് ആയിട്ടുണ്ട്. ഡിഫൻസ്, ക്യാപിറ്റൽ ഇതെല്ലാം 2% ഹൈയില് ക്ലോസ് ആയി. ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ അണ്ടർ പെർഫോം ചെയ്തിരിക്കുന്ന സെക്ടർ PSU ബാങ്ക് 2.5% ഡൗണിൽ ക്ലോസ് ആയി. അതുപോലെ പ്രൈവറ്റ് ബാങ്ക് 0.5% ഡൗണിൽ ക്ലോസ് ആയി. എനർജി 1% ഡൗണിൽ ക്ലോസ് ആയി. ഇപ്പൊ ബ്രോഡർ ഇൻഡെക്സ് നോക്കിയാൽ മിഡ് ക്യാപ്പ് 0.5% ഹൈയില് ക്ലോസ് ആയിട്ടുണ്ട്. സ്മോൾ ക്യാപ്പും 0.5% ഹൈയില് ക്ലോസ് ആയിരിക്കും. ഇപ്പൊ ലാസ്റ്റ് വീക്കിലെ മാർക്കറ്റ് ക്യാപ്പ് 5 lakh crores ആണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. FIS 4,000 crores ആണ് ലാസ്റ്റ് വീക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. DAS 12,633 crores ബൈ ചെയ്തിട്ടുമുണ്ട്. റുപ്പി 95.22 സെറ്റിലായി. അപ്പൊ ഇനി ഇവന്റുകൾ നോക്കാം. നെക്സ്റ്റ് വീക്കില് പ്രധാനപ്പെട്ട 3 ഇവന്റുകളാണ് ഉള്ളത്. മൺഡേ 7:30 മണിക്ക് ഈവനിങ് USA ISM സർവീസസ് PMI ഡേറ്റ വരുന്നുണ്ട്. അതുപോലെ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിക്ക് USA FOMC മിനിറ്റ്സ് ഉണ്ട്. പിന്നെ തേഴ്സ്ഡേ ഈ ഒരു ചൈനയുടെ ഇൻഫ്ലേഷൻ റേറ്റ് പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന 1.2%, ഫോർകാസ്റ്റ് 2.3%. ഇതാണ് പ്രധാനപ്പെട്ട ഇവന്റ് വരുന്നത്. പിന്നെ ഏർണിംഗ്സ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ജൂലൈ 9-ാം തീയതി, അതായത് വ്യാഴാഴ്ച TCSന്റെ ഏർണിംഗ്സ് റിപ്പോർട്ട് വരും. അപ്പൊ TCSന്റെ ഏർണിംഗ്സ് റിപ്പോർട്ട് പോസിറ്റീവ് ആവുകയാണെങ്കിൽ IT സ്റ്റോക്കുകളെല്ലാം പോകും. അപ്പൊ ലാസ്റ്റ് വീക്ക് IT സ്റ്റോക്കുകളെല്ലാം തന്നെ ഡൗണിൽ ബോട്ടം ഔട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഈ ഒരു TCSന്റെ ഏർണിംഗ്സ് നല്ല പെർഫോം ചെയ്ത് നല്ലൊരു ഏർണിംഗ്സ് വരികയാണെങ്കിൽ ബാക്കിയുള്ള IT സ്റ്റോക്കുകൾക്കും ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആയിരിക്കും. പിന്നെ FIS 90% ഷോർട്ടാണ് ഇൻഡെക്സ് ഫ്യൂച്ചറിൽ വെച്ചിരിക്കുന്നത്. പ്രീവിയസ് വീക്കിൽ 88% ആയിരുന്നു. ഇപ്പൊ 2% ഷോർട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള ക്ലൈന്റ് പ്രൊപ്പറേറ്റർ ഒക്കെ
എങ്ങനെയാണ് എന്നുള്ളത് ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടോപ്പ് ബ്രോക്കറേജസ് നൽകുന്ന കോൾസുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അതിൽ ക്ലൈന്റ് 78% ഷോർട്ടും അതുപോലെ DAS 86% ഷോർട്ടും പ്രൊപ്പറേറ്റർ 58% ലോങ്, സോറി ക്ലൈന്റ് 78% ലോങ്, DAS 86% ലോങ്ങും പ്രൊപ്പറേറ്റർ 58% ലോങ്ങിലും ഉള്ളത്. ഇതാണ് ഇൻഡെക്സ് ഫ്യൂച്ചറിലെ FIs. ബാക്കിയുള്ള ഇതിന്റെ ആക്ടിവിറ്റീസ് വരുന്നത്. അപ്പൊ നെക്സ്റ്റ് വീക്കില് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവലും അതുപോലെ സപ്പോർട്ട് ലെവലും നമുക്ക് നോക്കാം. ഇപ്പൊ ലാസ്റ്റ് വീക്ക് നോക്കിയാൽ 23,800, 24,200 ഈ ഒരു ബോക്സ് ലെവലാണ് നിഫ്റ്റി കറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് 24,270 വന്നിട്ട് സെറ്റിലായി. സോ ഈ ഒരു വീക്കില് 24,500 to 24,600 ആ ഒരു റേഞ്ച് ആയിരിക്കും നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. 24,600 മുകളിൽ അതായത് പോയാൽ 25,000 ആ ഒരു റേഞ്ച് ആണ്. സപ്പോർട്ട് ലെവല് 24,050, 23,900, 23,800 ആ ഒരു റേഞ്ച് ആണ് സപ്പോർട്ട് ലെവല് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് വീക്കില് ലാർജ് ക്യാപ്പില് ഏതൊക്കെ സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിംഗ് നോക്കാം എന്നുള്ളത് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഒക്കെ ടെലഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇത് പ്യൂർലി ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ മാത്രമാണ് ഇരിക്കുന്നത്. അപ്പൊ അത് ഏതൊക്കെ സ്റ്റോക്കുകളാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ 10 ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് 29% മുതൽ 50% വരെ ടാർഗറ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് സ്വിഗ്ഗി. ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ സ്റ്റോക്ക് 50% ഉയരും എന്നിട്ട് അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 373 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് ICICI Prudential. സോ 3,335 റുപ്പീസിൽ ICICI ലൈഫ് ഇൻഷുറൻസ് ഈ ഒരു സ്റ്റോക്കാണ്. 485 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 688 ആണ് ടാർഗറ്റ്. അതായത് ഏകദേശം 33% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് ടോപ്പ് അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പൊ 390 ബ്രേക്ക് ചെയ്താലേ ഈ ഒരു സ്റ്റോക്കിൽ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് HDFC ലൈഫ് ഇൻഷുറൻസ്. സോ 568 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 780 വരെ പോകും. സ്ട്രോങ് ബൈ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് ടോപ്പ് അനലിസ്റ്റുകൾ. അപ്പൊ ഈ സ്റ്റോക്കിലും 575 ആ ഒരു റേഞ്ച് ഒക്കെ വരുമ്പോഴാണ് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. 3,137 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 4,112 സ്ട്രോങ് ബൈ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് ടോപ്പ് അനലിസ്റ്റുകൾ. നെക്സ്റ്റ് വരുന്നത് TCS. TCS 2,094 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2,742 ആ ഒരു റേഞ്ച് വരെ പോകും. ഏകദേശം 31% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് ടോപ്പ് അനലിസ്റ്റുകൾ സ്ട്രോങ് ബൈ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. നെക്സ്റ്റ് വരുന്നത് SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി. 1,789 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2,341 ആ ഒരു റേഞ്ച് ആണ് ബൈ റെക്കമെൻഡേഷൻ നൽകിയിരിക്കുന്നത്. ഓക്കെ, സ്ട്രോങ് ബൈ നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇൻഫോസിസ്. ഇൻഫോസിസ് 1,047 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ടാർഗറ്റ് 1,366 ആണ് ടാർഗറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ്. ഈ ഒരു സ്റ്റോക്ക് 1,304 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1,649 റുപ്പീസ് ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. HDFC ബാങ്ക് ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. 801 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 805 ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. 1,038 ആണ് ഇതിന്റെ ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 30% വരെ ഉയർച്ച സാധ്യതയുണ്ടെന്ന് സ്ട്രോങ് ബൈ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് ടോപ്പ് ബ്രോക്കറേജസ് അതുപോലെ അനലിസ്റ്റുകളും. ONGC ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. 238 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 308 ആ ഒരു റേഞ്ച്, അതായത് 29% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന്
റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പൊ ഈ 10 സ്റ്റോക്കുകളാണ് നെക്സ്റ്റ് വീക്കിൽ നമുക്ക്, അതായത് 12 മാസങ്ങൾ വരെയാണ് ആ ഒരു റേഞ്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് 12 മാസങ്ങൾ വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന 29 to 50% വരെ ഉയരാൻ സാധ്യതയുള്ള ലാർജ് ക്യാപ്പില് ബെസ്റ്റ് ആയിട്ടുള്ള സ്ക്രീൻ. അപ്പൊ ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ്, നമുക്ക് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.